അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയരെ, ബദറിന്റെ രണാങ്കളത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു കുതിരപ്പടയാളി ഇറങ്ങി വരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹസഞ്ചാരി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ ദൂരേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം നെട്ടിപ്പോവുകയാണ്. ആരാണ് വരുന്നത്? കഥാകൃത്ത് ഇങ്ങനെ വിവരിക്കുന്നു: ബന്ദാരം കിരുപതി നടുപോർക്കളത്തിൽ കോട കളിയത് ബാറില് ബഹുകേമാ ചൊടിയുടെ കടുവയിൽ പരിശൊരു പുരുഷരതാ ചിന്താരാ പുകളുടെ അത്തി കവറുകൾ മകപോർ അനത്തിൽ മുതിയോർ ജഹത്താൽ ചമർത്തയിൽ അധികമ തടവിന് ബിലമുടയോ കന്താല ചുടരിസിലാമിൽ കടക്കും മുന്നം അവർക്ക് അബ്ദുൽ കബത്തണ്ടിസിമിന് സകലോർ കിളവിളി ബദർ പടനാൾ രണ്ടാഴ്ച പുലപുനദീനിൽ ഉറത്ത നാളിൽ മറിത്ത് അബ്ദു റഹ്മാനണ്ടവരിലെ നബികൾ കതിപതിനെ ബീഡലായി. പ്രിയപ്പെട്ടവരെ, കുതിരപ്പുറത്ത് പാറി കളിച്ചുകൊണ്ട് കുതിര അഭ്യാസ മുറകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ബദറിന്റെ പോർക്കളത്തിലേക്ക് വരുന്ന വ്യക്തി ആരാണ്? മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ മൂത്ത മകനാണ്. ബഹുകേമ ചൊടിയുടെ കടുവയിൽ പരിശുരു പുരുഷരത കടുവയെ പോലെ വീരശൂര പരാക്രമിയായ ഒരു യോദ്ധാവാണ് ബദറിന്റെ കളത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ചിന്താരപ്പുകളുടെ ചിന്താശേഷിയുള്ള ആലോചനാ ശക്തിയുള്ള സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹസഞ്ചാരി, ഹബീബിന്റെ സെക്യൂരിറ്റി ഗാർഡാണ് ബദറിന്റെ പോർക്കളത്തിൽ. ആ സിദ്ദീഖുൽ അക്ബറിന്റെ മകബോർ അനത്തിൽ മുതിയോർ, മക്കളിൽ മൂത്ത മകൻ. അദ്ദേഹം യുദ്ധത്തിന്റെ എല്ലാ അടവുകളും പഠിച്ച വ്യക്തിയാണ്. യുദ്ധമുറകളൊക്കെ പഠിച്ച ഒരു യോദ്ധാവാണ്. കായിക അഭ്യാസ വിദഗ്ധനാണ്. അത്തരത്തിലുള്ള ഒരു യോദ്ധാവാണ് ബദറിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അതും ഹബീബിനെ എതിർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മഹത്തുക്കളായ സ്വഹാബ കിറാമിനെ എതിർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കഅബത്ത് എന്നായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ അബ്ദുൽ കഅബത്ത് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബദർ യുദ്ധം നടക്കുന്ന നാളിലും അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കഅബത്ത് എന്നാണ്. എന്നാൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, രണ്ടാഴ്ച പുലപുനദീനിൽ ഉറത്ത നാളിൽ മറിത്ത് അബ്ദു റഹ്മാനണ്ടവരിലെ നബികൾ കതിപതിനെ ബീഡലായി. ആയോരീ ദിനമില തുറകം പടർക്കളത്തിൽ പറക്കുമൽബിൽ ആനന്ദ കളി ചുമടടിവൻ തകൃതികൾ അതിവിധമേ. പ്രിയപ്പെട്ടവരെ, ബദർ കളത്തിലെ ഈ കിരീടം വെക്കാത്ത വീരശൂര പരാക്രമി, ബദർ കളത്തിലെ ഈ കിരീടം വെക്കാത്ത പുലിയായ ഇദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖുൽ അക്ബറിന്റെ മൂത്ത മകന്റെ അബ്ദുൽ കഅബത്ത് എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട്, കഅബയുടെ അടിമ എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട് അബ്ദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമ എന്നുള്ള മനോഹരമായ ഒരു പേരങ്ങ് നൽകുകയാണ്. പിന്നീട് അദ്ദേഹത്തെ എല്ലാവരും അബ്ദുർ റഹ്മാൻ എന്ന് വിളിച്ചു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഈ അബ്ദുൽ കഅബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് കുതിരപ്പുറത്ത് ചില അടവുകളും പയറ്റുകളും കായിക അഭ്യാസ മുറകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് 2-3 റൗണ്ട് അങ്ങ് ഓടുകയാണ്. എന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത്? മഹത്തുക്കളായ സ്വഹാബ കിറാമിന് നേരെ അങ്ങ് തിരിഞ്ഞിട്ട്, അതും അസ്ത്രവിദ്യക്കാരായ സ്വഹാബ കിറാമിന് നേരെ തിരിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, മുഹമ്മദിന്റെ അനുയായികളെ, മുഹമ്മദിന്റെ അസ്ത്രവിദ്യക്കാരായ അനുയായികളെ, എന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? എന്നെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. മഹത്തുക്കളായ സ്വഹാബ കിറാമിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, അതിൽ എനിക്കിണയാർ ഒരുത്തനെങ്കിലും എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ
എന്നോട് ഏറ്റുമുട്ടി എന്നെ തോൽപ്പിക്കാൻ ധൈര്യമുള്ള ഒരാൺകുട്ടി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇറങ്ങി വരികട എന്ന് അദ്ദേഹം ബദറിന്റെ പോർക്കളത്തിൽ വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യോജിക്കാത്ത പല അയ്ബുകളും പറയുകയാണ്. ആധാരത്തരുൾ നബിയാല പല അയ്ബുകളും ഒരേയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യോജിക്കാത്ത പല അയ്ബുകളും പറയുകയാണ്. അദ്ദേഹത്തിന് മതിൽ പറയുന്നു. വമ്പും എടുത്ത് കൂറവേ, ഞാൻ അങ്ങനത്തവനാണ്ട, ഞാൻ വീരശൂര പരാക്രമിയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയ്ബ് പറയുന്നത് തന്റെ മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിക്കുന്നത് തന്റെ പൊന്നോമന പുത്രനാണെന്ന സിദ്ദീഖുൽ അക്ബറിന്റെ രക്തം അങ്ങ് തിളക്കുകയാണ്. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലൂടെ ഒരു മിന്നൽ പിണർ. സിദ്ദീഖുൽ അക്ബർ റസൂലിന്റെ ചാരത്ത് നിന്ന് ചാടി എണീറ്റിട്ട് തന്റെ അരയിലുള്ള പാലങ്ങ് വലിച്ചൊരുകയാണ്. എന്നിട്ട് അദ്ദേഹം രണാങ്കണത്തിലേക്ക് തന്റെ മകന്റെ അടുത്തേക്ക് പോകാനിരിക്കെ കാരുണ്യത്തിന്റെ പ്രതീകമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യ നബി കരംപൊടി ചെയ്തരുളാൻ സിദ്ദീഖുൽ അക്ബറിന്റെ കരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തൃക്കരം കൊണ്ട് പിടിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖിനോട് ചോദിക്കുക, അടങ്ങണേ സിദ്ദീഖെ, എങ്ങോട്ടാ സിദ്ദീഖെ പോകുന്നത്? രണാങ്കളത്തിലേക്കാണോ? നിങ്ങളുടെ മകനോട് യുദ്ധം ചെയ്യാനാണോ സിദ്ദീഖെ പോകുന്നത്? നിങ്ങളുടെ മകൻ യുവാവാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ പോവരുത് സിദ്ദീഖെ, എന്റെ ചാര ഇരിക്കണം സിദ്ദീഖെ. എങ്ങനെയാണ് എന്റെ ചാര ഇരിക്കേണ്ടത്? ഒരു വ്യക്തി തന്റെ രണ്ട് കണ്ണിലെ കൃഷ്ണമണി ഏത് രൂപത്തിലാണോ സംരക്ഷിക്കുന്നത് അതുപോലെ എന്റെ ചാര ഇരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് അലിയുകയാണ്. സിദ്ദീഖുൽ അക്ബർ റസൂലിന്റെ ചാരയിരുന്നു. എന്നിട്ടും സിദ്ദീഖുൽ അക്ബറിന്റെ മൂത്ത മകൻ അബ്ദുൽ കഅബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിക്കുന്നത് നിർത്തിയില്ല. ഇത് സംഭവം മൂന്ന് തവണ ആവർത്തിച്ചു. ഇത് വീണ്ടും തുടർന്നപ്പോൾ സിദ്ദീഖുൽ അക്ബറിന് പിടിവിട്ടുപോയി. അദ്ദേഹം റസൂലിന്റെ വാക്കിനെ നിന്ദിച്ചുകൊണ്ട്, റസൂലിന്റെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഊരി പിടിച്ച പടവാളുമായി തന്റെ മകനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോഴതാ റൂഹുൽ അമീൻ മുഖറബായ മലക്ക് ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് റൂഹുൽ അമീനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഒരു മനോഹരമായ ആയത്തങ്ങ് ഓതി കേൾപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യിക്കും. ഓ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ സന്മാർഗത്തിലേക്ക് വിളിച്ചാൽ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി വിളിച്ചാൽ, നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചാൽ ഇസ്തജീബൂ ലില്ലാഹി വറസൂൽ, അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണമെന്ന മനോഹരമായ ആയത്തങ്ങ് ഊതി കേൾപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബറിന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സങ്ങ് പിടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹിന്റെ ചാരയിരുന്നു. എങ്ങനെയാണ് ഇരുന്നത്? ചാരിയിരുന്ന് നിലത്തമർന്നിരുന്നു. സിദ്ദീഖുൽ അക്ബറിന്റെ മകൻ അബ്ദുൽ കഅബത്തിന്റെ അടുത്തേക്ക് ആരും അടുക്കുന്നില്ല, ആരും പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്റെ അണിയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇതേ സംഭവം ഉഹദിലും ആവർത്തിച്ചു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.